അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന പേരാണ് മൊണാലിസയുടേത്. കുംഭമേളയിൽ വെച്ച് വളരെയധികം ശ്രദ്ധ നേടിയ പെൺകുട്ടി പിന്നീട് കേരളത്തിലേക്ക് എത്തുകയായിരുന്നു. കാമുകനെ വിവാഹം ചെയ്യണമെന്ന ആവശ്യവുമായി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ മൊണാലിസ അഭയം തേടി. ശേഷം കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ നേതൃത്വത്തിൽ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള കണ്ടെത്തലിനെ തുടർന്ന് മഹാരാഷ്ട്ര സ്വദേശിയായ ഫർമാൻ ഖാനെതിരെ ഖാർഗോൺ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. വിവാദങ്ങൾ ഒഴിയാതെ നിൽക്കവേ ഇപ്പോൾ പുതിയൊരു വിവാദം വന്നിരിക്കുകയാണ്. അതായത് മൊണാലിസയെ കാണാനില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭർത്താവ് ഫർമാൻ ഖാൻ തന്നെയാണ് മൊണാലിസ ഒളിച്ചോടിയെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചത്. താൻ അജ്മറിയിലും പുഷ്കറിലും അവളെ തിരഞ്ഞു, എന്നാൽ കണ്ടെത്താനായില്ലെന്നും ഇനി ജോധ്പൂരിൽ പോയി അന്വേഷണം തുടരുമെന്നും ഫർമാൻ വീഡിയോയിൽ പറയുന്നു. എന്നാൽ വീഡിയോ വൈറലായതോടെ മൊണാലിസയുടെ വീട്ടുകാർ ഫർമാനെതിരെ രംഗത്തെത്തി. മകളുടെ തിരോധാനത്തിന് പിന്നിൽ ഫർമാനാണെന്നാണ് അമ്മ ലതാഭായ് പറയുന്നത്. ഏകദേശം 15-20 ദിവസങ്ങൾക്ക് മുമ്പ് മൊണാലിസ അമ്മയെ വിളിച്ചിരുന്നുവെന്നും എന്നാൽ അധിക നേരം സംസാരിക്കാൻ അനുവദിക്കാതെ ഫർമാൻ ഫോൺ തട്ടിപ്പറിച്ചുവെന്നും ലതാഭായ് പറഞ്ഞു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും ദേശീയ പട്ടികവർഗ കമ്മീഷന്റെയും ഇടപെടലിനെ തുടർന്ന് മധ്യപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മൊണാലിസയുടെ യഥാർത്ഥ ജനനത്തീയതി വെളിപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ മഹേശ്വർ പോലീസ് സ്റ്റേഷനിൽ ഫർമാനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.